സിദ്ധരഹസ്യത്തിലെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലെൻസ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ നമ്മൾ മനസ്സുകൊണ്ട് അഫർമേഷൻ കൊടുത്ത് അതിനെ പോസിറ്റീവാക്കി എടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ബന്ധുവോ ആരോ ഒരാൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലതാണ്, നമുക്ക് വേണ്ടിയത് നല്ലതിനെ അത് വരുള്ളൂ എന്ന്. മോശമായിരിക്കാം, തീർച്ചയായും അവർ മോശമായിരിക്കാം. പക്ഷെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തിട്ട് യു റൈസ് അബവ് ദം എന്നാണ് അതിന് പറയുന്നത്. അവരെക്കാളിലൊക്കെ ഒരുപാട് മുമ്പിൽ നിങ്ങൾ ജ്വലിച്ച് നിൽക്കുക എന്നാണ് അതിന് സിദ്ധന്മാർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എപ്പോഴും നിങ്ങളുടെ ദിനചര്യകളിൽ നിങ്ങളെപ്പോഴും ഒരു പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാവുക. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തികളിലും എല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാവുക. രോഗം മാറണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്നാണ് പറയുന്നത്. പൂർണ്ണ ആരോഗ്യം തരണം, അല്ലെ പൂർണ്ണ ആരോഗ്യം ആയി, ഹീലായി, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ രോഗം മാറി അപകടമില്ലാതാവണേ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. സർവരക്ഷ, പൂർണ്ണ ആരോഗ്യം, അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ അവിടെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഉയർന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കാർക്കും ഒരു മനുഷ്യനും നിങ്ങളെ താഴ്ത്തി കെട്ടാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് മതി. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സിദ്ധരഹസ്യം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും.